ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വേറെ എവിടെയും പോകാനല്ല, ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫെയർ ആൻഡ് ലവ്ലി അതുപോലെ BB ലൈറ്റ് ക്രീമും വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്, രണ്ടും കൂടെ ഒരുമിച്ചിടുകയാണ്. അപ്പോൾ ഈ BB ലൈറ്റ് ക്രീം എന്ന് പറയുന്നത് എനിക്കൊരു കൊളാബറേഷന് വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ നല്ല ക്രീമാണ് കേട്ടോ. നമ്മുടെ മുഖത്തെ എൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മുഖത്ത് നന്നായിട്ട് അത് ബ്ലെൻഡായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇതൊരു ആഡ് അല്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഞാൻ ഇതിന് ഓക്കെ ആണെന്നുള്ള മാതിരിയാണ്. അത്രയും നല്ലൊരു ക്രീമാണ്. നമുക്ക് ഒരു ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനാണെങ്കിലും നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം. അങ്ങനെ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഡാസ്ലർ ഐടെക്സിൻ്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതുന്നുണ്ട്, മുകളിൽ മാത്രം. പിന്നെ അതിനുശേഷം ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ബ്രാൻഡൊന്നുമല്ല കേട്ടോ, ഒരു ഐബ്രോ പെൻസിൽ ജസ്റ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. ഐബ്രോ വന്നിട്ട് ത്രെഡ് ചെയ്തിട്ട് കുറേ ആയി, എന്നാലും ഞാൻ എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ചെയ്തു. പിന്നെ പ്ലമ്മിൻ്റെ കാജൽ വെച്ചിട്ടാണ് താഴത്ത് എഴുതി കൊടുക്കുന്നത്. ഇതും എനിക്ക് ഈ പറഞ്ഞ മാതിരി ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കാജലാണ് കേട്ടോ, നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കുറേ ടൈം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പരക്കുന്നൊന്നുമില്ല. നോർമൽ കൺമഷി നമ്മുടെ ഹിമാലയയുടെ കാജൽ വെച്ചിട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ പരക്കാറുണ്ടായിരുന്നു. അതൊന്നുമില്ല, നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ട് ബ്ലാക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ ഐടെക്സിൻ്റെ തന്നെ സ്ഥിരമുള്ളതാണ്. അങ്ങനെ പൊട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ലിപ്സ്റ്റിക് ഞാനൊരു റെഡ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഇൻസൈറ്റിൻ്റെ 01 ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ പിന്നീട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലോണം ഡാർക്കർ റെഡും അല്ല, എന്നാൽ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കുറച്ചൊരു എന്താ പറയുക, ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. അങ്ങനെ അല്ലാത്ത രീതിയിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ജസ്റ്റ് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ലുക്കാണുള്ളത്. പിന്നെ ഞാനൊരു മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് വന്നിട്ട് ലാഷസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇതിന് വേണ്ടിയിട്ട് മസ്കാര ഇട്ട് കൊടുക്കണം. പിന്നെ മൂക്കുത്തി ഒന്ന് മാറ്റി കൊടുത്തു. ഇത് പുതിയ മൂക്കുത്തിയാണ് കേട്ടോ, ഒരു മയിലിൻ്റെ ഷേപ്പുള്ളതാണ്. പക്ഷേ ഞാൻ മുകളിലേക്ക് ആക്കി വെച്ചില്ല, മയിലിൻ്റെ വാല് വന്നിട്ട് താഴത്തേക്കാണ് ഞാൻ ആക്കി വെച്ചത്. ഇങ്ങനെ വെച്ചപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാനത് താഴത്തേക്കാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ കളറിൽ തന്നെ ഒരു ബ്ലൂ എന്താ പറയുക കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പണ്ടത്തെ ചാന്ത് ബോക്സ് ഇല്ലേ, അത് വെച്ചിട്ട് കറുപ്പ് പൊട്ടിൻ്റെ താഴെ കുഞ്ഞൊരു കുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കല്ല് എന്തെങ്കിലും സ്റ്റോൺ പൊട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വെച്ച് കൊടുക്കാറുള്ളത്. പക്ഷെ അതൊന്നും ഇല്ല, അതൊക്കെ കഴിഞ്ഞു പോയി, വാങ്ങാനും മറന്നുപോയി. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ചെയ്തു. അതിനുശേഷം മുടി ഇത് നമ്മൾ സാധാരണ ഇറമിനെല്ലെടുത്ത് അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, മുമ്പ് എപ്പോഴും എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് താഴത്തെ കൂടെ. പിന്നെ അതേ കുങ്കുമം തൊട്ടു, ചന്ദനം തൊട്ടു. അങ്ങനെ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ കറണ്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ വേർത്ത് കുളിച്ചാകെ അലങ്കോലമായി. പിന്നെ എന്തായാലും എടുത്തു തുടങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാതിരുന്നാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് അങ്ങോട്ട് മുഴുമിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിയർപ്പ് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര അതിരൂക്ഷമായപ്പോൾ തുടച്ചു മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ സൺലൈറ്റിലാണ്, ജനലിൽ കൂടെ വരുന്ന വെളിച്ചത്തിലാണ് ഇരുന്നിട്ട് വീഡിയോ ലാസ്റ്റ് ഫൈനൽ എടുക്കുന്നത്. അപ്പോൾ ആ മയിലിൻ്റെ മൂക്കുത്തി കണ്ടില്ലേ താഴത്തോട്ടിരിക്കുന്നത്, അത് മുകളിലോട്ട് തന്നെയാണ് കേട്ടോ ഭംഗി. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കും തോന്നിയത്. അതിനുശേഷം ഞാൻ മുടിയൊന്ന് മടക്കി കെട്ടി മുല്ലപ്പൂ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മീഷോയുടെ റെഡിമെയ്ഡ് ബ്ലൗസസ് കാണിക്കാനാണല്ലോ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് കാണണമെന്നുണ്ടെങ്കിൽ മുടി ഇങ്ങനെ വിരുത്തിയിട്ട് കഴിഞ്ഞാൽ കാണില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൗസ് നല്ല സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയും കൂടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.